ലോക്ക് വേണം, അല്ലെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. തള്ളിവരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ സ്വകാര്യതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നർത്ഥം. ഇനി അല്ലാഹു പറയുന്നു, നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. والقواعد من النساء, സ്ത്രീകളിൽ ഇരുത്തം ചെന്ന ആളുകൾ. ആരാണ് ഖവാഇദ് എന്ന് പറഞ്ഞാൽ? അല്ലാത്തി ലാ യർജൂന നികാഹൻ. അല്ലാത്തി ലാ യർജൂന നികാഹൻ, ഒരു കല്യാണം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല, അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അത്തരം വൃദ്ധകളായ പെണ്ണുങ്ങൾ. ഫലൈസ അലൈഹിന്ന ജുനാഹ്, അവർക്ക് വിരോധമില്ല. അൻ യദഅന സിയാബഹുന്ന, അവരുടെ മേൽവസ്ത്രം അവർ എടുത്തു വെക്കൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന ജിൽബാബിനാണ് ഇവിടെ ഈ സിയാബഹുന്ന എന്ന പ്രയോഗം. അതവരെ ഒഴിവാക്കിയത് കൊണ്ട് പ്രശ്നമില്ല. എവിടെ എന്നൊക്കെ പറയാം. ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ഈ വൃദ്ധകളാണെങ്കിൽ തന്നെ അലങ്കരിച്ച് സൗന്ദര്യവതികളായി പുറത്തിറങ്ങി നടക്കാത്ത രീതിയിൽ ആണെങ്കിൽ അവർക്ക് ഈ മേൽവസ്ത്രം വീടിന്റെ ഉള്ളിൽ അന്യ ഒരാൾ കടന്നു വന്നാൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല. ഒന്നുകൂടെ, ഒരു പെണ്ണ് അന്യ ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ ഔറത്ത് ശരീരം മുഴുവനാണ് എന്ന പ്രബലമായ അഭിപ്രായത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്ത്. ഒരു ഉമ്മൂമ്മ, എങ്ങനത്തെ ഉമ്മ? അല്ലാത്തി ലാ യർജൂന നികാഹൻ, അവരിനി ആരും കല്യാണം കഴിക്കൂല. അത് മാത്രമല്ല, അവരെ കണ്ടിട്ട് ആർക്കും അങ്ങനെ ഒരു തോന്നലോ ഒരു വൈകാരികമായ ചിന്തയൊന്നും തോന്നൂല. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഹൈള് രക്തം, അവരുടെ ആ ഒരു മെൻസ്ട്രേഷൻ പോലും നിന്നു പോയിട്ടുണ്ട്. ഖവാഇദ് എന്ന് പറഞ്ഞാൽ അവർക്കിനി മക്കൾ ജനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട്. വൽ ഖവാഇദ്, അതിന് മറ്റൊരർത്ഥം അവരെ കണ്ടാൽ ആർക്കും ഒരു വൈകാരികതയും തോന്നാത്ത പ്രായമെത്തിയവർ. അവരൊരു പുരയിലിരിക്കുമ്പോ അവിടുത്തെ ഫ്രിഡ്ജ് നന്നാക്കാൻ അല്ലെങ്കിൽ ചുമരിന് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ അന്യൊരാൾ കടന്നു വന്നു. അവരുടെ മുമ്പിൽ ജിൽബാബ്, മുഖം മറച്ചുകൊണ്ടേ അവർ നിൽക്കാവൂ. പക്ഷേ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ, അങ്ങനെ അന്യൊരാൾ അവരുടെ വീട്ടിലേക്ക് വന്നാൽ, കാരണം തൊട്ട് മുമ്പത്തെ ആയത്തും വീട്ടിനുള്ളിലെ ചർച്ചയാണ്, വീട്ടിലേക്ക് വന്നാൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ആ മുഖം മറക്കുന്ന ജിൽബാബ് അവരെടുത്തു വെച്ചു കുഴപ്പമില്ല, ബാക്കി ശരീരമൊക്കെ മറച്ചു കിടക്കുകയാണ്. ആ ജിൽബാബ് അവരെടുത്തു വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഗൈറ മുതബർരിജാത്തിൻ ബിസീന, അവിടെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടാകരുത്. മുഖക്കണ്ണ് കണ്ടുനോക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ട ഉമ്മൂമ്മയാണ്, അത് പറ്റില്ല. ഉമ്മുമാരൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങുന്ന കാലാണിത്. നമ്മുടെ നാട്ടിലെ കുറവാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് ഇത് ധാരാളം കാണല്. 90 വയസ്സായാലും ഉമ്മുമ്മ ലിപ്സ്റ്റിക് ഒന്നും തേക്കാതെ പുറത്തിറങ്ങൂല. അവരുടെ കയ്യിൽ അത് കാണും. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. ഖുർആൻ പറയാണ്, അങ്ങനെയൊക്കെ വല്ല സൗന്ദര്യവും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മറച്ചേക്കണം. അതൊന്നുമില്ല. എന്ത് ഉമ്മുമാനെ കണ്ടിട്ട് എന്ത് തോന്നാനാണ്? അങ്ങനത്തെ ഉമ്മൂമ്മമാർക്ക് എന്ത് ചെയ്യാം? ആ വസ്ത്രം താഴെ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല.
എന്താ അള്ളാഹു പറയുന്നത്? എന്നാലും ആ വസ്ത്രം കൊണ്ട് മറക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷെ അള്ളാഹു ഒരു ഇളവ് തരികയാണ്, അല്ലെങ്കിൽ താഴെ വെച്ചേക്കണം, ആ മുഖം മറക്കുന്ന ജിൽബാബുകൾ എടുത്തു വെച്ചോളി, എന്നാൽ അത് വെക്കൽ തന്നെയാണ് ഖൈർ കേട്ടോ. കാലം ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ അള്ളാഹു തആലക്ക് അറിയൂലേ? സുബ്ഹാനല്ലാഹ്. എന്നാലും അത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭ്രാന്തന് ആ ഒരു ഉമ്മയോട് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കള്ളു കുടിച്ചു വരുന്ന മനുഷ്യന്മാരാ, ഉമ്മയാണോ പെങ്ങളാണോ ആങ്ങളെ തിരിയാത്ത കാലമാണ്. എന്നാൽ അത് ധരിക്കൽ തന്നെയാണ് കേട്ടോ ഖൈറ് എന്ന് അല്ലാഹു തആല പറയുന്നു. വല്ലാഹു സമീഉൻ അലീം. ഇങ്ങനെ ഒരു നിയമം അല്ലാഹു ഇറക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണോ പിറുപിറുക്കാൻ പോകുന്നത്, ഇത് സമീഉൻ, അല്ലാഹു ശരിക്കും കേൾക്കുന്നവനാണ്. അലീം, ഇങ്ങനെ അല്ലാഹു ഒരു നിയമം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഉദിക്കാൻ പോകുന്ന ചിന്തകൾ, ഇതെല്ലാം അല്ലാഹുവിനറിയാം കേട്ടോ. ഇനിയിപ്പോ ചെറുപ്പക്കാരുടെ കാര്യം പറയണോ? വല്യമ്മമാരുടെ കഥയാണ് ഈ പറയുന്നത്. ഖുർആന്റെ ശൈലി നോക്കണം. അതങ്ങ് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് എന്താ ഇനി പറയാൻ? അപ്പൊ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്, ഈ രീതിയിലാണ് ഇപ്പോ നമ്മുടെ ലോകത്തിന്റെ പോക്ക്. ഇങ്ങനെയാണ്. അല്ലാഹുലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു വിളിക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ സദ്യകളിൽ, സൽക്കാരങ്ങളിൽ, കല്യാണങ്ങളിൽ ഉള്ള ഈ കൂടി കലരലുകൾ, അങ്ങാടികളിലൂടെയുള്ള പെണ്ണുങ്ങളുടെ വിലസലുകൾ, ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സംഭവങ്ങൾ, ജുമുഅ ജമാഅത്തിന് പോലും പോകരുതെന്ന് അല്ലെങ്കിൽ ഇസ്ലാം അങ്ങേയറ്റം ഡിസ്കറേജ് ചെയ്തൊരു വിഷയം അതാണ്. അതൊക്കെ നമ്മൾ ശരിക്കും പാലിക്കുന്നുണ്ട്. പക്ഷേ അവര് പല കാരണങ്ങളും പറഞ്ഞ് പല വേദികളിലേക്കും പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഉറൂസായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വാദ പരിപാടി തന്നെ ആയിരിക്കാം. എന്നാൽ തന്നെയും അള്ളാഹു പറഞ്ഞ മറ പാലിച്ചുകൊണ്ടല്ലാതെ അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള വേറെ വിഷയം. എന്നാ പിന്നെ പെണ്ണുങ്ങൾ അങ്ങാടി പോകുന്നില്ലേ? പോകുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആ ഭർത്താവിനുണ്ട്. അവരുടെ വലിയ, അവരുടെ കൈകാര്യകർത്താവ് ആരാണോ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഗ്രോണപ്പ് ആണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോയാൽ പള്ളി എങ്ങനെ നജസായത് കൊണ്ടാകും എന്നാണോ നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച്, പള്ളിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്താൻ കാരണം? അല്ല, അതുകൊണ്ടൊന്നുമല്ല. വ്യഭിചാരവും അതുപോലെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. അതിന്റെ സാഹചര്യം ഒരുക്കുന്നത് അവരാണ്. നല്ല അച്ചടക്കത്തിൽ പർദ്ദ ധരിച്ച് ജിൽബാബ് ധരിച്ച് നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? നല്ല അച്ചടക്കത്തിൽ വേഷം വിട്ട് നടക്കുന്ന ഒരു പെണ്ണിന് ആരാണ് അങ്ങനെ വൈകാരികതയിൽ, മൃഗങ്ങൾക്ക് തോന്നുന്ന പോലെ വൈകാരികത ആർക്ക് തോന്നുന്നു? ആരോടായി തോന്നുന്നത്? ടീഷർട്ടും ടൈറ്റ് ജീൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്ന് കാണിച്ചിട്ടും അല്ലാതെയും നാലാളൊന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിരിക്കും അല്ലേ? റേപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെ എന്ത് മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൈകാരികത ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യ്, നിനക്ക് ഞാൻ സ്വർഗം തരാൻ പോകുന്നുണ്ട്. അതാണ്. ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം തരേണ്ട കാര്യം? തോന്നുന്നതൊക്കെ ചെയ്താൻ പറ്റുന്ന ലോകമാണെങ്കിൽ എന്തിന് അള്ളാഹു പ്രതിഫലം തരണം? അതുകൊണ്ട് ആണ് സൂക്ഷിക്കുക, പെണ്ണ് ശരിക്കും സൂക്ഷിക്കുക. ആണുങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ. അവർക്ക് ജോലി നോക്കണം, അവർ കുടുംബം പുലർത്തേണ്ടവരാണ്. പെണ്ണിനോട് ജോലിക്ക് പോയിക്കോ, ഞാൻ പുറക്ക് നിൽക്കാമെന്ന് ഒരാണിനും പറയാൻ പാടില്ല. ആണ് ജോലിക്ക് പോകേണ്ടവനാണ്, അവനതിൽ ചോയ്സ് ഇല്ലെന്നാണ്. പെണ്ണ് ഓപ്ഷണൽ. അവൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ഒരു ജോലി അവൾക്ക് ലഭ്യമാണ്, അവൾക്ക് സാധ്യമാണ്. അവിടെ ഒരു ഇഖ്തിലാത്ത്, ആണ് പെണ്ണുങ്ങൾ മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമില്ല. വളരെ റാഹത്തായി ഇസ്ലാമികമായി പറ്റുന്നൊരു ജോലി ഉണ്ട്. ഭർത്താവിന് സമ്മതവുമാണ്, അവൾ പൊയ്ക്കോട്ടെ. പെണ്ണിനെ പറഞ്ഞയക്കാൻ പാടില്ല ഭർത്താവ്. പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അവര് പാലിക്കേണ്ട അച്ചടക്കം ഭയങ്കരമാണ്. ഗുരുതരമായ വീഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് വല്ല കേസുകളും നടന്നാൽ അങ്ങോട്ട് ഈ ചെയ്ത ആളുകളെ ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് സംഭവിക്കാനുള്ള പഴുതുകൾ അല്ലാഹു അടക്കുകയാണ്.
ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. മൃഗങ്ങളെ പോലെ ജീവിക്കല്ല, മനുഷ്യനായിട്ട് ജീവിക്ക്. സുബ്ഹാനല്ലാഹ്, നീ മനുഷ്യനായിട്ട് ജീവിക്ക്, നീ മൃഗമായിട്ട് ജീവിക്കല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന നീ ആബിദാവ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് ജീവിക്ക്. അള്ളാഹു പറഞ്ഞ വസ്ത്രവിധാനം നീ സ്വീകരിക്ക്. ഒരു വൃദ്ധയോട് അള്ളാഹുവിന്റെ കൽപ്പന ഇതാണെങ്കിൽ ചെറുപ്പക്കാരികൾ, മറ്റു പെണ്ണുങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ വേഷം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വൽ ഖവാഇദു മിനൻ നിസാ, ഖാഇദ് എന്ന വാക്കിന്റെ പ്ലൂരലാണ് ഖവാഇദ് എന്ന് പറഞ്ഞാൽ. ഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവർ എന്നാണ്, ഇരുന്നവൻ. പക്ഷേ സ്ത്രീകളുമായി മാത്രം ബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് ഫെമിനിൻ ആയിട്ട് ഉപയോഗിക്കൂല. ഇംറഅത്തുൻ ഖാഇദ്, അത് ശരിക്ക് ആണിന് പറയുന്ന പ്രയോഗമാണ് ഖാഇദ്. അതൊരു പെണ്ണിനെ പറ്റി പറഞ്ഞാൽ ഇതുപോലെ ഇനിയൊന്നും പ്രസവിക്കൂല, അങ്ങേയറ്റം പ്രായം ചെന്ന് ഒരു വിവാഹത്തിനൊന്നും ആവില്ല, അങ്ങനെ ഇരിക്കുന്ന പുരയിലിരിക്കുന്ന പെണ്ണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇംറഅത്തുൻ ഖാഇദ്. ഇംറഅത്തുൻ ഹാമിൽ, ഗർഭമുള്ള പെണ്ണിനെ ഹാമിൽ എന്ന് പറയാം. ഹാമിലത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹാമിൽ എന്ന് പറഞ്ഞാൽ അവൾ ചുമക്കുന്നു. എന്താ ചുമക്കുന്നത്? ബേബി അല്ലെ, ഒരു കുഞ്ഞിനെ ചുമക്കുന്നുണ്ട്. അപ്പോ ഗർഭിണിയായ പെണ്ണിന് ഇംറഅത്തുൻ ഹാമിൽ എന്നാ പറയാ. ഇംറഅത്തുൻ ബിക്ർ, കന്യകയായ പെൺകുട്ടിക്ക് ബിക്ർ എന്നേ പറയാം. ബിക്റത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇംറഅത്തുൻ സയ്യിബ് അങ്ങനെ പറയേണ്ടുള്ളൂ, സയ്യിബത്ത് എന്ന് പറയണ്ട. നേരത്തെ ഒരു പെണ്ണ് പുരയിലിരിക്കുകയാണ്, അവൾ ഇരിക്കുന്നത് ഓഫീസിലല്ല. ഇംറഅത്തുൻ ഖാഇദത്തുൻ ഫിൽ ബൈത്ത്, അപ്പൊ അങ്ങനെ പറയും. ഒരു പെണ്ണൊരു ചുമട് ചുമന്നു പോകാൻ, അവളെ പറ്റി ഇംറഅത്തുൻ ഹാമിലത്തുൻ അലാ ദഹ്രിഹാ എന്ന് പറയും. പക്ഷെ ഹാമിൽ എന്ന് മാത്രം പറഞ്ഞാൽ ഗർഭമുള്ള പെണ്ണ് എന്ന അർത്ഥം. അവിടെ ഫെമിനിൻ ആയിട്ട് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന, പെണ്ണുങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന വിഷയങ്ങൾക്ക്. അത് ഭാഷയുടെ ചില മനോഹരമായ വശങ്ങളാണ്. വൽ ഖവാഇദു മിനൻ നിസാ, എങ്ങനെ ഇരുത്തം ചെന്ന പെണ്ണുങ്ങൾ, അല്ലാത്തി എങ്ങനത്തെ പെണ്ണുങ്ങൾ, ലാ യർജൂന നികാഹൻ, നികാഹിനെ ഒരിക്കലും ആഗ്രഹിക്കുക പോലും ചെയ്യാത്തവർ, അങ്ങനത്തെ പെണ്ണുങ്ങൾ. ഫലൈസ അലൈഹിന്ന ജുനാഹ്, അവർക്ക് വിരോധമില്ല. അല്ലാഹു ഒരു ഇളവ് കൊടുക്കുകയാണ്, റുഖ്സ കൊടുക്കുകയാണ്, ഒരു എക്സ്ക്യൂസ്. സാരല്ല. എന്തിന്? അയ്യനഅന തിയാബഹുന്ന, അവരുടെ വസ്ത്രം താഴെ വെക്കുന്നതിന് വിരോധമില്ല. ഇതിനർത്ഥം ആകെ ന്യൂഡായിട്ട് നിൽക്കുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? ഫസ്രീങ്ങൾ പറയണം. എന്താണ് അതിന്റെ അർത്ഥം? ഇമാമുന ഖുർതുബി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നൽ മർഅത അൽ ഖാഇദ് കശാബത്തി ഫി തസത്തുർ, പ്രായം ചെന്ന ഉമ്മൂമയും ഒരു ചെറുപ്പക്കാരി പെണ്ണിന്റെ നിയമം തന്നെയാണ് അവൾക്കുമുള്ളത്. ലാകിന്നഹാ സുമിഹ ലഹാ അൻ തളഅൽ ജിൽബാബ്, ജിൽബാബ് എടുത്തു വെക്കാൻ അല്ലാഹു തആല അനുമതി കൊടുത്തു. ജിൽബാബ് ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാ വസ്ത്രവും ധരിച്ചിട്ട് അതിന്റെ മേലെ പെണ്ണുങ്ങൾ ഒന്നാകെ ധരിക്കുന്ന ഒരു മേൽവസ്ത്രമുണ്ട്. ഇറാനികളായ പെണ്ണുങ്ങളൊക്കെ അത് ധാരാളം ധരിക്കുന്നു തോന്നുന്നു. ആ ഒരു ഒറ്റ വസ്ത്രം, ഒരു മേൽത്തട്ടം, അത് താഴെ വരെ കാണും, ഒന്നാകെ മൂടുന്നൊരു, അതിനാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത്. ആ ഒരു വസ്ത്രം എന്ന ശരീരത്തിന്റെ അളവും സൈസും പുറത്തു കാണരുത് എന്നർത്ഥം. ആ വസ്ത്രം ഈ ഉമ്മൂമ്മമാർ താഴെ വെക്കുന്നതിന് വിരോധമില്ല. അതൊക്കെ ഇങ്ങനെ നെഞ്ചത്ത് അടികൊള്ളുകയാണല്ലേ പടച്ചോനെ, ഉമ്മൂമ്മമാരോടാണ് ഈ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്? വസ്ത്രം, നിങ്ങളുടെ സൗന്ദര്യം ഭർത്താവിനെ കാണിച്ചു കൊടുത്തോ? നീ വസ്ത്രം ഇട്ടിട്ടോ ഇടാതെയോ നിന്റെ ഭർത്താവിന് അത് അനുവദിക്കപ്പെട്ടു, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല. കുറച്ച് ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ UK-ല് മുസ്ലിമായ അവിടുത്തെ ഒറിജിനൽ വൈറ്റ് ഒറിജിനായ കുറച്ച് സഹോദരിമാർ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്, മേക്ക് മീ എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. BBC ഡോക്യുമെന്ററി, BBC ചെയ്തൊരു ഡോക്യുമെന്ററി ഉണ്ട്. എങ്ങനെയൊക്കെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുള്ളൊരു ലോകത്ത് നിന്നാണ് ഹിജാബിന്റെ ലോകത്തേക്ക് പെണ്ണുങ്ങൾ വരുന്നത്. ഒരു പെണ്ണതിൽ പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന പെണ്ണ, പക്ഷേ ഞാൻ എന്റെ ശരീരം പുറത്തു കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ ശരീരത്തിൽ ആകർഷണമുള്ള ഭാഗങ്ങൾ ഞാൻ മറ്റുള്ളവന് തുറന്നു കാണിച്ച് റോട്ടിലൂടെ നടന്നാൽ ഞാൻ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എന്തിന് ഞാനത് ചെയ്യണം? അതിന്റെ ഉള്ളിലൂടെ ഞാൻ വിളിച്ചു പറയുന്ന വാക്കെന്താണ്? തോന്നിവാസമല്ലേ ചെയ്യുന്നത്?
അല്ലേ? നിനക്ക് അങ്ങനെ വല്ല തോന്നിവാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ എന്ന വ്യഭിചാരത്തിന്റെ വാക്കല്ലേ, സ്വരമല്ലേ ആ വസ്ത്രത്തിലൂടെ നടക്കുന്നത്? എന്തിന് ഞാനത് ചെയ്യണം? എനിക്ക് എന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ള പെണ്ണാണ് ഞാൻ. ഇസ്ലാമിന്റെ ഈ നിയമം ഇറ്റ്സ് ഫുള്ളി അപ്പീലിംഗ് ടു മീ, അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ് ഹിജാബിലേക്ക് വന്ന വളരെ ചെറുപ്രായക്കാരായ ഒരു പിടി സഹോദരിമാർ അവരുടെ അനുഭവം പറയുന്ന ഒരു ഡോക്യുമെന്ററിയ മേക്ക് മീ എ മുസ്ലിം. വേറെയുണ്ട് മോം ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞൊരു കനേഡിയൻ മുസ്ലിംകളുടെ അവിടുത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് നമുക്കിത് വലിയ അലർജിയാണ്. അവരിത് സത്യം മനസ്സിലായി. എന്തൊരു വലിയ ആദരവാണ് അവൾക്ക്. റെസ്പെക്ട്, അവൾക്ക് ആദരവ് എല്ലാം നേടിക്കൊടുക്കല്ലേ. ആരും അവളെ ഒരു കഴുകക്കണ്ണോടുകൂടെ നോക്കില്ല. എന്നാലൊന്ന് നോക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പെണ്ണുങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ചികിത്സ ഈമാന് കൊണ്ട് തുടങ്ങേണ്ടതാണ്. അതൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്ന അപകടമാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ട് എന്താണ് അള്ളാഹുവിന്റെ നിയമമെന്തും എന്തിനാണ് നമ്മൾ ഇവിടെയെന്നും അറിയാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാവുന്നില്ല. യാ അല്ലാഹ്, അതുകൊണ്ട് അവർക്ക് ചികിത്സ ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചിട്ട് തുടങ്ങണം. അവർക്കത് അറിയില്ല, അവർ പഠിക്കണം, അവരറിയണം. ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, ചെറുപ്പക്കാരികൾക്കുള്ള നിയമം എന്താണോ അത് തന്നെയാണ് വൃദ്ധയായ പെണ്ണിന്റെ ഈ നിയമം. പക്ഷേ അള്ളാഹു ഇങ്ങനെ ഒരു ഇളവ് അവർക്ക് കൊടുക്കുകയാണ്. വസ്ത്രം എടുത്തു വെക്കുക. നേരെ പരിഭാഷ വായിച്ചാൽ ഒരു വസ്ത്രം എടുക്കാതെ നിൽക്കാൻ പറ്റും ഉമ്മൂമ്മമാർക്ക് എന്ന് തോന്നിപ്പോകും. അതല്ല അതിനർത്ഥം. അവളുടെ വീട്ടിനുള്ളിൽ വസ്ത്രം താഴെ വെക്കുന്നതിന് വിരോധം. ഏത് വസ്ത്രം? മേൽവസ്ത്രം, മുഖം മറക്കുന്ന വസ്ത്രം, എല്ലാം ഔറത്ത് മറച്ച് ആ മുഖം മറക്കുന്ന ജിൽബാബ് അല്ലെങ്കിൽ ആകെ മേലെ ധരിക്കുന്ന ജിൽബാബ്, അബാഅത്ത് എന്ന് പറയുന്ന അബാ, അത് എടുത്തു വെക്കുന്നതിന് വിരോധമില്ല. തമാമൻ ഉലമാ പറയാ ഹാദാ ഫീ ബൈതിഹാ ഫഖത്ത്, ഇതവളുടെ വീട്ടിൽ മാത്രമാണ്. പുറത്തിറങ്ങുമ്പോ അവളും ആ ഉമ്മൂമ്മയും മുഖം മറക്കേണ്ടവളാണ്. പറഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാരികളെ കുറച്ച് കഴിഞ്ഞാൽ വേഷത്തിലാവൂലേ? നമ്മളൊക്കെ വേഷന്മാരാവൂലേ? അപ്പൊ ഈ നിയമം പഠിച്ചു വെക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരി പെണ്ണിനോടൊക്കെ ഇത്താ താത്താന്നൊക്കെ വിളിച്ചാൽ അവൾക്ക് ഭയങ്കര ഒഫൻഡഡ് ആയി തോന്നുന്ന, ഇന്ന താത്താന്ന് വിളിക്കുക. എനിക്ക് പ്രായമുണ്ട്, എന്ത് പ്രായം ഉണ്ടായിക്കൂടെ? ദുനിയാവില് കുറച്ച് നേരത്തെ വന്നു എന്നുള്ളതിന്റെ അർത്ഥമുള്ളൂ. ഇത് കേട്ടൂടവർക്ക് എന്താണ് അതിന്റെ പൊരുള് എന്ന് എനിക്കറിയില്ല. ഇനി ഒരു കല്യാണം കഴിക്കാൻ നടക്കുകയാണോ? അല്ല, എനിക്ക് എന്ത് പ്രായം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പേര് കുഴപ്പം? പ്രായമായി എന്ന് പറഞ്ഞ എന്താ പേര് തകരാറ്? നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു സ്വകാര്യമായ ചില ചിന്തകൾ കിടക്കുന്നുണ്ട്. അതാണ് ആ പുറത്തു വരുന്നത്. ഞാനൊക്കെ ഇപ്പോൾ 1-ാം നമ്പർ ചെറുപ്പക്കാരൻ തന്നെയാണ് എന്ന് തോന്നിക്കോ എന്നർത്ഥം അല്ലേ? സുബ്ഹാനല്ലാഹ്. കഴിയുമെങ്കിൽ വയസ്സ് കൃത്യമായിട്ട് പറയും, ഇല്ലെങ്കിൽ ഒരു വയസ്സ് ഏറെ പറഞ്ഞേക്ക് എന്നല്ലാതെ കുറക്കണ്ട. അതിലൊന്നും ഒന്നിരിക്കണില്ല. ദുനിയാവിൽ കുറച്ച് നേരത്തെ ഒന്ന് വരാൻ അള്ളാഹു സൗകര്യം തന്നു എന്നല്ല ഇതിനർത്ഥം. അൽഹംദുലില്ലാഹ്, നല്ലതൊരു സീനിയോരിറ്റി ഒന്നാർക്കും വേണ്ട. അപ്പോ നിയമം ഇങ്ങനെയാണ്. വീട്ടിനുള്ള ഉള്ളിൽ പ്രശ്നമില്ല. അവർ വഴിയിലേക്ക് ഇറങ്ങിയാൽ അവരുടെ മറ്റു വസ്ത്രങ്ങളെല്ലാം മറക്കുന്ന മേൽവസ്ത്രം ധരിച്ചിട്ടേ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. വീട്ടിന്റെ ഉള്ളിലാണ് ഈ നിയമം. അതെവിടെ നിന്ന് കിട്ടി? വീട്ടിന്റെ ഉള്ളിലാണ് ഈ നിയമം. മുഫസ്സിരീങ്ങൾ എവിടെ നിന്ന് മനസ്സിലാക്കിയെടുത്തു? ഈ ആയത്തിൽ നിന്നാണ്. ഗൈറ മുതബർരിജാത്തിൻ ബിസീന, ഗൈറ മുതബർരിജാത്തിൻ, പുറത്തു പോകുന്നവരല്ലാത്ത അവസ്ഥയിൽ. പുറത്തു പോകണമെന്നില്ല. തബർറജ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, ഇസ്ലാമിന്റെ മുമ്പ് നിങ്ങൾ അങ്ങനെ യഥേഷ്ടം റോഡിലൂടെ വലസിയിരുന്ന പെണ്ണുങ്ങളെ ആ പണിയൊക്കെ നിർത്തണം എന്ന് പരിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾക്ക് അതിന്റെ എക്സ്ട്രീം സീക്രസിയും പ്രൈവസിയും കീപ്പ് ചെയ്ത് പറ്റുമോ? നിങ്ങൾ ചെയ്തോ. എന്നല്ല, അന്യ ആളുകൾ നോക്കുന്ന രീതിയിൽ അന്യ ആളുകളുടെ ഇടയിലൂടെ ഒരു അത്യാവശ്യത്തിൽ ഡോക്ടറെ അടുത്തേക്ക് പോവാൻ കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ പോവാൻ, അതല്ല വിഷയം. ആളുകളുടെ ഇടയിലൂടെ യഥേഷ്ടം ആളുകൾ നിന്നെ നോക്കുന്നത്, നിന്നെ കാണാൻ ഇടവരുന്നത്, ആ ആണുങ്ങൾക്ക് കിട്ടുന്ന കുറ്റം, അതിന് നീ വരുത്തി വെച്ചിട്ടുള്ള അവസരം, ഇതിനൊക്കെ നീയും കുറ്റക്കാരിയാണ്. ഇതാണ് ശറഅ് പറയാനുള്ള കാരണം. ഇതുകൊണ്ടാണ് നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മുടെ ഇമാമിയങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പോലും ഈ കാർക്കശ്യം സ്വീകരിക്കാൻ കാരണം ഇതാണ്.
മേലെ തല പോയാൽ അള്ളാഹിന്റെ കുറച്ച് കൂലി ഏറെ കിട്ടുള്ളൂ, വേറെ ഒരു നഷ്ടവും ഈ അഭിപ്രായം സ്വീകരിച്ചത് കൊണ്ട് വരാൻ പോണില്ല. എന്താ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ? എന്താണ് ഹദീസ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടയരുത്. അതിനർത്ഥം എന്താ? ഈ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകും, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും. അങ്ങനത്തെ പെണ്ണുങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട. നിങ്ങൾ പറഞ്ഞോളി എന്നാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ ജീവിച്ചത് അവിടുത്തെ പള്ളിയുടെ തൊട്ടരികത്താണ്. മക്കയിലാണെങ്കിലോ മദീനയിലാണെങ്കിലോ. നമ്മുടെ ഉലമാഇന്റെ ചലഞ്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ പോലും ഒരു ജുമുഅ ജമാഅത്തിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ സംബന്ധിച്ചിട്ടില്ല എന്നത് ചലഞ്ചാണ്, തെളിയിക്കാൻ പറ്റൂല. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായം പറഞ്ഞു. എങ്ങനെ? അവരുടെ വീടിന്റെ മതിൽ പള്ളിയാണ്, അവർക്കറിയാം അവിടെ നടക്കുന്ന വിഷയങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വന്നേക്കാം, പള്ളി പോയതിന് തെളിവല്ല. അങ്ങനെ ഒരു തെളിവും അവിടുത്തെ ഒരു ഭാര്യയും പോലും ഒരു ജുമുഅ ജമാഅത്തിനും സംബന്ധിച്ചിട്ടില്ല. വേറെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആതിക ബീവിയെ കല്യാണം കഴിച്ചവരല്ലേ. ആതിക ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് പള്ളിയിൽ പോവാൻ താല്പര്യമായിരുന്നു. എനിക്ക് പോണെന്ന് പറഞ്ഞു, തടയാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? തടഞ്ഞില്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ സ്വഹാബത്തിന്റെ ഒക്കെ നിലപാട്? നമ്മളൊരു ഹദീസ് കഴിഞ്ഞ പരസ്യം പറയാ, നമ്മളങ്ങ് അഭിപ്രായം ഫത്വയും കൊടുക്കുക. സ്വഹാബത്ത് എന്തത് മനസ്സിലാക്കി? അവർ പോയതോ സുബ്ഹിക്കും ഇശാഇനും ലാ യുഅറഫന മിനൽ ഗലസി, രാത്രിയുടെ ഇരുട്ടുകൊണ്ട് ഇതാണോ പെണ്ണാന്ന് പോലും തിരിയില്ല, സുരക്ഷിതത്വമുള്ള നാടാണ്. അങ്ങനെ അവർ പോയി ളുഹറിനും അസറിനും പള്ളിക്ക് ജുമാക്ക് പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. ലാ യുഅറഫന മിനൽ ഗലസ്, ഇതൊന്നും പറഞ്ഞു കൊടുക്കൂല ആൾക്കാർക്ക്. അങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞേക്ക്, ഇസ്ലാമിന്റെ പേര് ഉപയോഗിക്കല്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ആതിക ബീവി റളിയല്ലാഹു തആല അൻഹ ഇശാ നിസ്കരിച്ച് വരുമ്പോ ഒരു കുറ്റിക്കാടിന്റെ ഉള്ളിൽ മറഞ്ഞിരുന്നു. ആതിക ബീവി നടന്നു പോവാൻ ഉമർ തങ്ങൾ ബാക്കിൽ നിന്ന് ഒരൊറ്റ തോണ്ടൽ ആതിക ബീവിന്റെ ബാക്കിൽ. യാ അല്ലാഹ് ഫസദ സമൻ, ആതിക ബീവി ഒരൊറ്റ ഓട്ടം ഉമർ തങ്ങൾ ഷോർട്ട് കട്ടിന് പോയി പരിയിലെത്തിയിട്ടുണ്ട്. ബേജാറായിട്ട് വന്നിട്ട് പറയാ, ഉമറേ നാട് നാശമായിട്ടുണ്ട് ഉമറേ, ആളുകൾ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരാ തോണ്ടിയത്? സ്വന്തം ഭർത്താവാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തിനായി പണി ചെയ്തത്? സ്വഹാബത്ത് മനസ്സിലാക്കിയ അർത്ഥം അതാണ്. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല. അവർക്ക് ഹദീസ് ഇല്ലാത്തത് കൊണ്ടാണോ? ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ എന്താ നടക്കും? പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമായിരിക്കും, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമായിരിക്കും. പക്ഷെ അതാണോ നമ്മൾ ചെയ്യണം? അള്ളാന്റെ ഇഷ്ടമല്ലേ? അതല്ലേ ഇസ്ലാം? അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ ഉലമാ ഇത്രയും കർക്കശമായ നിലപാടെടുക്കാൻ കാരണം. എന്നല്ല പള്ളി വന്ന നെജസായത് കൊണ്ടല്ല, അവർക്കത് പുണ്യമല്ല. പള്ളി വന്നിട്ട് കൂലി കിട്ടുമോ? ഇല്ല. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അതിന്റെ തൊട്ടപ്പുറത്ത് ആദീത് അത് മുഴുവൻ ഓതി കൊടുത്ത ആൾക്കാർക്ക് എത്ര ക്ലിയർ ആവും? ഇങ്ങനെ പള്ളിയിലേക്ക് വരിൻ എന്ന് ഈ യൂണിയന്റെ ആൾക്കാരെ വിളിച്ചു പറയുമ്പോ ആ ഹദീസിന്റെ നേർ ബാക്കി എന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ പൊരയിൽ അവർ നിസ്കരിക്കലാണ് കേട്ടോ അവർക്ക് ഏറ്റവും ഖൈർ. എന്തിനായി കൊണ്ടുപോകും? അവരുടെ കൂലി നഷ്ടപ്പെടുത്താനോ? അവർക്ക് കൂലി കിട്ടുന്നത് പൊരയിലാന്ന് അല്ലാഹുവിന്റെ റസൂല് പറയാ, നീ പറയാ പള്ളിയിലാണെന്ന്. ഏത് സ്വീകരിക്കണം? അപ്പോ ഇതുപോലെയുള്ള ആയത്തുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. വൃദ്ധയായ പെണ്ണിന് പോലും പുറത്തിറങ്ങാനുള്ള ഇസ്ലാമിന്റെ നിയമം, അവൾ മേൽവസ്ത്രം മുഴുവനും ശരീരത്തിലെ വസ്ത്രങ്ങൾക്ക് മേൽ ധരിക്കുന്ന വസ്ത്രം പോലും ധരിച്ചിട്ടേ ഗൈറ മുതബജ്ജിജാത്തിൻ ബിസീന. ഇത് പള്ളിയിലേക്കുള്ള പോക്കിന് ബാധകമാണ്, സ്വലാത്ത് നഗറിലേക്ക് പോകുന്ന നടത്തത്തിന് ബാധകമാണ്, ഉറൂസിലേക്ക് പോകുന്നതിന് ബാധകമാണ്, സിയാറത്തിന് പോകുന്നതിന് ബാധകമാണ്, ഷോപ്പിങ്ങിന് പോകുന്നതിന് ബാധകമാണ്, കല്യാണത്തിനും സൽക്കാരത്തിനും പോകുമ്പോഴും അള്ളാഹുവിന്റെ നിയമം ഇത് തന്നെയാണ്. ശരിക്കും മറപാലിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നിയമം എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മൾ ആരും അതിനെ ന്യായീകരിക്കരുത്. ദീനിന്റെ നിയമം തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇത് വേറെ വിഷയം. അത് നാമും അല്ലാഹുവും തമ്മിലുള്ള ഹിസാബിന്റെ വിഷയമാണ്. പക്ഷെ ദീൻ തിരുത്താൻ പാടില്ല. നിയമം എല്ലാറ്റിനും ഒരുപോലെയാണ്. അങ്ങേയറ്റത്തെ അച്ചടക്കത്തോടുകൂടെ പെണ്ണുങ്ങൾ നടക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ശരീഅത്തിലാണ് നമ്മൾ യഥേഷ്ടം പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് ഇറക്കിയത്. ജുമുഅ ജമാഅത്തിൽ എന്ന് പറഞ്ഞു കൊണ്ടു നടന്നത്. അതിനൊരുപാട് ആളുകൾ സിന്ദാബാദ് വിളിച്ചു അല്ലേ? എന്താ ഇപ്പൊ ഉണ്ടായത്? പെണ്ണിന്റെ ലജ്ജ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിഷ്പക്ഷമായി ഇതിനെ വീക്ഷിക്കുകയാണ്. ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ ആണുങ്ങളെ പോലെ കൈയും കീശി നടക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത് എവിടെ മുതലാ?
എവിടെ മുതലാണ് ഇതുണ്ടായത്? ഒരു പെണ്ണിന്റെ ലജ്ജയോ ഒരു നാണത്വമോ ഇല്ലാതെ നെഞ്ചു വിരിച്ച് നടക്കുക, ഒരു പർദ്ദയും മഫ്തയും ധരിച്ചാൽ മതി, ജമാഅത്തിന് പോവുക, ജുമാക്ക് പോവുക എന്ന് പറഞ്ഞ് നടന്ന ഈ നടത്തത്തിലൂടെ പെണ്ണുങ്ങളുടെ മിനിമം മോഡസ്റ്റി, അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു പെണ്ണിന് ലജ്ജയില്ലെങ്കിൽ ആണും പെണ്ണും എന്താ വ്യത്യാസം? പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം അവരുടെ ആഭരണം ലജ്ജയല്ലേ? ഒരു മഫ്തങ്ങ് കുത്തിയാ പിന്നെ അങ്ങാടിയിലൂടെ ആരോടും ചിരിച്ചും വർത്തമാനം പറഞ്ഞും സ്റ്റേജുകളിൽ പ്രസംഗിക്കാനും പെണ്ണിന് പറ്റുമെന്ന് എവിടെന്ന് വന്നു? ആര് പഠിപ്പിച്ചു ഇത്? എവിടെന്ന് കിട്ടി ഈ നിയമം? ഇതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യല്ല, എന്തെങ്കിലും പറഞ്ഞോ, അള്ളാഹുവിന്റെ ദീൻ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രേ ഇവിടെ പ്രശ്നമുള്ളൂ. തടയണ്ട എന്ന് പറഞ്ഞ നിയമം തടയണ്ട എന്ന് തന്നെ. പക്ഷേ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ലൗ റഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹദത്തൻ നിസാ, ഇന്ന് പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ, പള്ളിയിലേക്ക് നിങ്ങൾ വരരുതെന്ന് എന്റെ ഹബീബ് അവരോട് പറയുമായിരുന്നുവെന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ എന്ന് 1-ാം നൂറ്റാണ്ടിലെ ചർച്ചയാണത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതിന് മുമ്പ് അന്നത്തെ പെണ്ണുങ്ങൾ ചെയ്തു കൂട്ടുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടാൽ നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. സ്വഹീഹായ ഹദീസല്ലേ? ഇതൊന്നും നോക്കൂല. ഒരു കാര്യങ്ങൾ പറഞ്ഞ് മെമ്പർഷിപ്പ് കൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല. ദീനിന്റെ പേരിൽ അതിന് ഒരു ന്യായവും നിങ്ങൾക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നിയമം ഇതാണ്. സ്വഹാബത്ത് എന്താണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയതെന്ന് ചിന്തിക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ആ ഹദീസ് അറിഞ്ഞിട്ടില്ലേ? അവര് പോയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ഒരു ഹദീസ് കൊണ്ട് പോലും അവിടുത്തെ ഒരു ഭാര്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാളെങ്കിലും ജുമുഅ ജമാഅത്തിൽ സംബന്ധിച്ചതായിട്ട് തെളിവില്ല. പെണ്ണുങ്ങൾ പോയിട്ടുണ്ട്, ചില പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു, അങ്ങനെ കാണാം. ആര് പോയില്ല? ഹബീബിന്റെ ദീൻ പഠിച്ച അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഒരാൾ പോലും പോയതിന് തെളിവില്ല. ഇറ്റ്സ് എ ചലഞ്ച്. അപ്പോ ഒച്ചപ്പാടുകളൊക്കെ വെറുതെ ചെയ്യല്ല. ദീൻ ദീനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് പറയല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം പറയും. നീ എന്ത് ചെയ്തോ, നീയും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ ദീനിന്റെ ഒരു നിയമം തെറ്റിദ്ധരിപ്പിച്ചാൽ ഒരു സമൂഹത്തിന്റെ സർവമാന നന്മകളുമാണ് നശിപ്പിക്കുന്നത്. ആ പെണ്ണുങ്ങൾക്ക് പറയുന്ന കിട്ടുന്ന 27 ജമാഅത്തിന്റെ കൂലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നഷ്ടപ്പെടുത്തിയില്ലേ? ഇങ്ങനെ പെണ്ണുങ്ങൾ മുഖം മറക്കാതെ നടന്ന് ആണുങ്ങളോടോ അല്ലാത്തവരോടോ കാണാനും മിങ്കിളാവാനുമുള്ള അവസരമുണ്ടാക്കി തീർത്ത ആ ഓരോ കാഴ്ചകൾക്ക് കുല്ലു നദറത്തിൻ സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, ഓരോ അന്യ പെണ്ണിനെ നോക്കുന്ന നോട്ടവും പിശാചിന്റെ വിഷത്തിൽ മുക്കിയ അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. അതിന് അവസരമുണ്ടാക്കിയതിന് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണ്ടേ? അതുകൊണ്ട് പെണ്ണുങ്ങൾ, സഹോദരിമാർ മനസ്സിലാക്കണം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന നാശം നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ മാത്രമല്ല, എപ്പോ പുറത്തിറങ്ങുമ്പോഴുമുള്ള നിയമം ഇതാണ്. ഉറൂസ് നടക്കുക എന്ന് പറയാൻ പറ്റില്ല. ഈ നിയമം, ഈ അച്ചടക്കം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുമോ? നിങ്ങൾ പൊയ്ക്കോ. ഈ അച്ചടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തോ. എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീൻ അവന്റെ നിയമം ലാ മുബദ്ദില ലികലിമാതി, നിയമം ഇനി മാറ്റാൻ പറ്റില്ല, നിയമത്തിന് ഇനി മാറ്റമില്ല. വൽ ഖവാഇദു മിനൻ നിസാ, വൃദ്ധകളായ പെണ്ണുങ്ങൾ പോലും പുറത്തിറങ്ങി നടക്കുമ്പോൾ മുതബദ്ദിജാതിൻ ബിസീന, അവര് ഭംഗി കാണിച്ചു കൊടുത്ത് നടക്കരുത്. മൈലാഞ്ചി കാണിക്കുക, ആഭരണങ്ങൾ കാണിക്കുക, കാലിൽ പാദസരം ഇട്ട് ശബ്ദമുണ്ടാക്കി നടക്കുക. ഉമ്മൂമ്മമാരോട് അല്ലാഹുവിന്റെ നിയമം ഇതാണ്, ചെയ്യരുത്. ഇങ്ങനെ അല്ലാഹു ഇളവ് തന്നാൽ പോലും അവിടെയും ഏറ്റവും നല്ല മറ സ്വീകരിക്കൽ തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് ഖൈറ് കേട്ടോ. ആർക്ക്? വൃദ്ധകൾക്ക് പോലും ഖൈറ്, പരമമായ അച്ചടക്കം പാലിക്കൽ തന്നെയാണ്. ഒരിക്കലും തന്നെ ഭംഗി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കല്ല.
പെണ്ണെന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നല്ല കുടുംബത്തിന്റെ അസ്ഥിവാരമാകാനാണ്. ഉമ്മൂമ്മമാർ പെൺകുട്ടികൾക്ക് മാതൃകയാകണം. ഉമ്മൂമ്മമാരെ കണ്ടാണ് പേരമക്കൾ പഠിക്കുന്നത്. ഉമ്മൂമ്മമാരെ കണ്ടാണ് ചെറുപ്പക്കാരികൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിലെ ഉമ്മൂമ്മമാർ ഏറ്റവും നല്ല മാതൃകകളാകണം. ഇതല്ലേ അള്ളാഹു പഠിപ്പിക്കുന്നത്. വൽ ഖവാഇദു മിനൻ നിസാ. അവരെ കണ്ടിട്ട് വേണം ചെറുമക്കൾക്ക് ആവേശം. ഉമ്മയുടെ വസ്ത്രവിധാനം കണ്ടിട്ട് കുഞ്ഞു മക്കൾക്ക് അതിൽ ആകർഷണം തോന്നണം. ഇന്നല്ലാതെ ഒരു സുപ്രഭാതത്തെ നാളെ മുതൽ എല്ലാം മറച്ചു നടക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സാധിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് വീട്ടിൽ മാതൃകകൾ ഉണ്ടാകണം എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അന്യ ആണുങ്ങളുമായുള്ള ഇടപെടലാണ് ഈ പറയുന്നത്. നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഉമ്മയും വാപ്പയുള്ള ലോകത്തുള്ള നിയമം വേറെയാണ്. നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അന്യ ആളുകളുമായുള്ള ഇടപഴക്കത്തിൽ ഇത് വിഷയമാണ്. അന്യ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ മക്കളെ പെട്ടു അന്യ ആണുങ്ങളാണ് അല്ലേ? നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിൽ പരിപൂർണമായ അച്ചടക്കം പാലിക്കണം. കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു അങ്ങേയറ്റം ഫ്രീഡം സ്വീകരിക്കാറുണ്ട്. പറ്റുമോ? ഇല്ല. അമ്മായിയുടെ മകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്? ഹറാമാണ്. പടച്ചോൻ, എന്റെ അമ്മായിന്റെ മോളെ ഞാൻ എത്ര സലാം പറഞ്ഞു മുസാഫത്ത് ചെയ്ത് കൈ മുത്തിയിട്ടുണ്ട്. ഹറാമാണ് മുഅ്മിനെ, ഹറാമാണ്. നിന്റെ മൂത്താപ്പയുടെ മകൾ നിനക്ക് ഹറാമാണ്. അവളെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളോട് നീ സലാം പറയേണ്ട കാര്യം പോലും ഇല്ല. എന്തേ? നിനക്കവൾ മഹ്റമല്ല. തൊട്ടാ ഒന്നും അറിയില്ലേ? നിനക്ക് കല്യാണം കഴിക്കൽ ജായിസ് അല്ലേ? അങ്ങനത്തെ ആണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങൾ, അത്തരക്കാർ അന്യ ആളുകളുടെ മുമ്പിൽ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ എല്ലാവരും തൗബ ചെയ്തേക്കിൻ. കാരണം ഈ വിഷയങ്ങളിൽ പാളിച്ചകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അല്ലാഹു പറയാൻ തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം വേണ്ടേ? എല്ലാവരും തൗബ ചെയ്തേക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ ആ ആയത്തിന്റെ അവസാനത്തിൽ? എന്തേ? കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കും ഇതൊക്കെ വളരെ അടുത്ത കുടുംബങ്ങളാണെന്ന്. അല്ല. നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും അനിയത്തിയും, നിന്റെ പിതാവിന്റെ സഹോദരിമാർ, നിന്റെ സഹോദരിയും സഹോദരിയുടെ മക്കൾ, സഹോദരൻ സഹോദരന്റെ മക്കൾ, ഇവരൊക്കെയല്ലേ നിന്റെ മഹ്റമുകളായിട്ടുള്ള ആളുകൾ? ബാക്കിയുള്ളവരൊക്കെ അന്യരല്ലേ? ഏതാനും ചില ആളുകൾ അല്ലാഹു തആല എന്നെ വളരെ വ്യക്തമായി പറഞ്ഞ ആ കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കണം. ആരുടെ മുമ്പിലാണ് ഇത് പറയാൻ പറ്റുക? ആരുടെ മുമ്പിലാണ് നമ്മൾ അച്ചടക്കം പാലിക്കേണ്ടത്? ഗൈറ മുതബർരിജാത്തിൻ ബിസീന. ഭംഗി പുറത്ത് കാണിച്ച് നടക്കല്ല. യാ അല്ലാഹ്. عن ابي هريره رضي الله عنه قال اشرف الخلق صلى الله عليه وسلم പഠിപ്പിക്കുന്ന ഹദീസ് സിൻഫാനി മിൻ അഹ്ലിൻ നാർ. രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ആളുകളാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആണുങ്ങളാണ്, ഒന്ന് പെണ്ണുങ്ങളാണ്. സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ. ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഖൗമുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ. ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാതുൻ ചാട്ടവാറുകളുണ്ട്. കഅദ്നാബിൽ ബഖർ, പശുക്കളുടെ വാല് പോലോത്ത, കയറ് പോലോത്ത ചാട്ടവാറുകളുള്ള ആളുകൾ. എന്താ അവര് ചെയ്യുന്നത്? യദ്രിബൂന ബിഹന്നാസ്. ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട്. ജനങ്ങളങ്ങനെ അടിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നത്, മുഹദ്ദിസീങ്ങൾ പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണെന്ന. ജനങ്ങളെ അടിക്കുന്നവർ, ജനങ്ങൾ അടിച്ചോടിക്കുന്ന ആളുകൾ, അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. അടുത്തതാരാണ്? നിസാഉൻ ഖാസിയാത്ത്. വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷേ അവർക്ക് വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കൊഴയുന്നവരാണവർ. മുമീലാത്തുൻ, ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ചു പെരുമാറുന്നവരാണ്. മുഅ്മിനേ, ഇത് സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ ഇത്തരക്കാരായ ആളുകൾ, പെണ്ണുങ്ങൾ. മായിലാത്തുൻ, ഇങ്ങോട്ട് കൊഞ്ചിക്കുഴഞ്ഞാടുന്നവർ. ഒരു ചോദ്യത്തിന് 10 മറുപടി. മുമീലാത്തുൻ, മുമീലാത്തുൻ, ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ, പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ.
റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടും നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ? മേലോട്ട് കുടുമയായി മുടി മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം അത് മുസ്ലിമീങ്ങളിലേക്ക് വന്നപ്പോ ഒന്നാകണ് പൊന്തി, യൂറോപ്പുകാരനെ പൊന്തിച്ചു വെച്ച് തുടങ്ങി. അത് നമ്മളങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ടങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞ, ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. നടക്കുമ്പോ അങ്ങനെ ആടും, പൂഞ്ഞയാടും. ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീലുള്ള ചെരുപ്പും കൂടിയാണെങ്കിൽ യാ അല്ലാഹ് കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയുടെ മുടിക്കെട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും. അവർക്ക് വസ്ത്രമുണ്ട്, പക്ഷെ അത് ഇല്ലാത്തതിന് തുല്യമാണ്. അവരാണുങ്ങൾ ആകർഷിക്കാൻ, പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഹറാമ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ ആകൃഷ്ടരാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന പെണ്ണുങ്ങൾ, വ്യഭിചരിക്കണം എന്ന് വിളിച്ചു പറയാണ് ശരീരത്തിലൂടെ. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ പിൽക്കാലത്ത് അവർ വരാനിരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈലൊക്കെ വന്നത്? ഈ കാലത്തല്ലേ? നമ്മൾ ഗൾഫൊക്കെ വരുന്നതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ? ഇല്ല. പെണ്ണുങ്ങളൊക്കെ മുടിയൊക്കെ മുടഞ്ഞിട്ടിരുന്നു അല്ലേ? ഇങ്ങനെ പാല് ഡബ്ബയും തൈരിന്റെ ഡബ്ബയൊക്കെ വെച്ച് കിട്ടുന്ന പെണ്ണുങ്ങൾ. റിയലി, ഐ ആം നോട്ട് ജോക്കിംഗ്. പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കുകയാണെന്നാ. അതിന്റെ വേറെ കുറെ ആക്സസറീസ്, വേറെ അതൊന്നും കിട്ടാത്തവര് പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കിന്റെ വില മനസ്സിലാക്കണം. വഹയല്ലേ ഈ പറയുന്നത്? ശരീരം മുഴുവൻ മറച്ച് അതിന്റെ മേൽ വസ്ത്രം പോലെ മറച്ച് ജീവിക്കുന്ന സ്വഹാബത്തിന്റെ വനിതകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട്, അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ്. ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴില്ലേ? അത് ഏത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം, മുസ്ലിമീങ്ങൾ ചെയ്യുന്നു. ഇത്തരക്കാർ ഈ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല. ആ സ്വർഗ്ഗത്തിന്റെ പരിശുദ്ധ മണം പോലും, അതിന്റെ പരിമണം പോലും അവർക്ക് ലഭ്യമല്ല. നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ സ്വർഗ്ഗത്തിന്റെ മണം കിട്ടും, അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. പക്ഷേ വാസന അങ്ങനെ വരും. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്.